നിന്റെയും എന്റെയും വചനത്തെ കൊണ്ടുപോകാൻ പിശാചിന് അനുവാദം ഇല്ല. സർപ്പത്തിന്റെ വഴി അവനറിയാം. സർപ്പത്തിന്റെ വഴി അറിയാം. സ്വത്രം എങ്ങനെ പോകണം, ഏത് ഈ ഡയറക്ഷനിലേ അവൻ പോകത്തുള്ളൂ. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ ഡയറക്ഷനിൽ നിന്ന് ഇവനെ എടുത്ത് മാറ്റിയാൽ ഇവൻ ഡയറക്ഷൻ മറക്കും. വചനമുണ്ട്, ഇത് അറിയുന്ന കഴുകൻ ഇത് നോക്കി നിൽക്കും. നോക്കി നിന്നിട്ട് ആഹാ നീ ഇങ്ങനെ പോന്നില്ലയോ, എടാ നിന്റെ സോണിൽ വെച്ച് ഞാൻ അടിക്കത്തില്ല, നിന്റെ കംഫർട്ട് സോണിൽ ഞാൻ പൊക്കും, എയറിലേക്ക് കൊണ്ടുപോകും, ശ്വാസമില്ലാതെ പിടയ്ക്കാൻ തുടങ്ങും. നീ ആ കംഫർട്ട് സോണിൽ കളിക്കണ്ട, നിന്നെ ഞാൻ അവിടെ നിന്ന് പോക്കും. കാരികൾ എന്ന് പറഞ്ഞ പൊക്കുവാ, പൊക്കിയിട്ട് ഇതിനെ മീതെ കൊണ്ടുപോകും. ഇതിന് ശ്വാസം കിട്ടാതെ വരുമ്പോൾ വലിച്ച് കീറും. തീർന്നു പരിപാടി. ഹല്ലേലൂയ. ഡയറക്ഷൻ മാറ്റിയാൽ ചില ശാപങ്ങൾ പൊട്ടാൻ പോവാണ്. നിങ്ങളുടെ വചനം പിടിക്കാൻ ആർക്ക് പറ്റത്തില്ല? സാത്താനും പറ്റത്തില്ല. കാരണം അത് തീ കൊണ്ടാണ് മൂടിയേക്കുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞറിയോ, ഞാൻ സംസാരിക്കുന്ന വചനം അതെന്തുവായിരുന്നു? ആത്മാവും ജീവനാണ്. ആത്മാവും ജീവന്റെ പ്രത്യേകത ഇത് എയർ സോണിലാണ് നടക്കുന്നത്. അടുത്ത് പറയുന്നു, മുള്ളിന്റെ ഇടയ്ക്ക് വീണു. മുള്ളെന്തുവാ? ശാപത്തെ കാണിക്കുന്നു. ശാപം നിനക്കില്ല. നമുക്ക് ശാപമുണ്ട്. എന്തുവാണെന്നറിയാമോ? ആ ശാപത്തെ കുറിച്ച് പറയണ്ടായോ? അത് പറയാതെ പോയാലും ശരിയാത്തില്ല. കലപ്പെ കൈവച്ചിട്ട് പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എന്തുവാണ്? ശപിക്കട്ടെ. ആരാ പറഞ്ഞേ? യേശു. 2, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യോ ആ പുള്ളിയുടെ ആ പപ്പയ്ക്കുണ്ടല്ലോ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അവനും അത് തന്നെയാണ്. നല്ല കാര്യം, പാരമ്പര്യം. അത് ശാപമാണ്, അത് വച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ പപ്പയ്ക്ക് BP ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ BP എനിക്കില്ല, എനിക്ക് ഇതുവരെ ഇല്ല. സത്യം, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, ഒന്നുമില്ല എൻ്റെ എന്തിനാ വേണ്ടാത്ത എസക്കാരൊന്നും അല്ലല്ലോ. തോളിൽ വെച്ചിട്ട് തൂക്കി ഇങ്ങനെ നടക്കാൻ കഴുത എന്ന് പറഞ്ഞത് എങ്ങനെ? ഭാരം ചുമക്കുന്ന കഴുത. അത് എസക്കാരനെ കുറിച്ച് വേറൊരു സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ചിലർ വിചാരിക്കണം അതല്ല, ഭാരങ്ങൾ ചുമക്കണം. ചുമന്നു, എനിക്ക് കുഴപ്പമില്ല, ചുമന്നു, എന്റെ മേൽ വെക്കരുത്. ഞാൻ പിശാചിനോട് പറയും, എന്റെ മേൽ വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഒന്നോ എന്റെ കർത്താവ് കുറെ വായിച്ചു കഴിഞ്ഞു, വില കൊടുത്തു കഴിഞ്ഞു, പിന്നെ നമ്മൾ വില കൊടുക്കാൻ. കർത്താവിന്റെ വചനം പറയുന്നു, 1000 വീണും 10,000 വീണും നിന്റെ അടുത്തേക്ക് വരത്തില്ല. യഹോവ ഒരു ദോഷം തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷം. ആമേൻ. യഹോവ എന്നേക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോന്നു. അവന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ മലകൾ മെൽട്ടാകുന്നു. നമ്മൾ ശാപത്തിലല്ല. അപ്പം ശാപം ആര് വഹിച്ചു? യേശു. മുൾക്കിരീടം ധരിക്കേണ്ട ആവശ്യം കർത്താവിനില്ല. പക്ഷെ അമ്മമാർക്ക് തോന്നിച്ച് ഇരിക്കട്ടടാ ഒരു മുൾക്കിരീടം കൊണ്ടുവച്ചു. സ്റ്റാഫ് വെച്ച് ഒരടി സിറസിന് ഈ രക്തമുണ്ടല്ലോ ഗഷിങ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. എന്റെ സീഡിനെ മുള്ളുകൾ കുത്താൻ ദൈവം അനുവദിക്കത്തില്ല. കുത്ത് കാൽവരിയിൽ ഏറ്റു കഴിഞ്ഞു. അടുത്തത് പറയാണ്, പാറയുടെ മേൽ വീണു, അതിന് റൂട്ടില്ലാത്ത കൊണ്ട് അത് ഡെഡായി പോയി. എന്തുവായി? ഡെഡായി പോയി. സ്വത്രം. നിനക്ക് റൂട്ട് വേണ്ട, റൂട്ട് ഇല്ലെങ്കിലും നിനക്ക് ദൈവം വിടുതൽ തന്നിരിക്കും. അതിന് വചനം എവിടെ ഉണ്ട്? വചനം ഇല്ലാതെ ഒരു സംസാരം ദൈവം സംസാരിക്കത്തില്ല. അഹറോന്റെ വടി 24 hours കഴിയുന്ന മുമ്പ് മണ്ണിനോട് ബന്ധമില്ല, ഉയരത്തിന്റെ ബന്ധമേ ഉള്ളൂ. 24 hours കഴിയുന്ന മുമ്പ് പൂ വന്നു, ബഡ് വന്നു, ഫ്രൂട്ട് വന്നു, റിസൾട്ട് വെളിപ്പെട്ടു. ഇതിനെ ഉറപ്പിക്കാൻ പൗലോസ് ഒരു വചനം തരുവാണ്. ഈ മൺകൂടാരത്തിൽ പകരപ്പെട്ട ശക്തി അത് നമ്മുടേതല്ല, അത് ഉയരത്തിന്റെ ശക്തിയാണ്. ഉയരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ എന്റെ വിടുതൽ ഉറപ്പാണ്.